വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകവ്യാപാര ഭൂപടത്തിൽ കേരളം ഇടം നേടി. കമ്മീഷനിന് മുമ്പേ വിഴിഞ്ഞം കുതിക്കുന്നു. വിഴിഞ്ഞം ഓരോ മലയാളിക്കുമുള്ള സമ്മാനമെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉദ്ഘാടന പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല. വന്നത് സാധാരണ കത്ത് മാത്രമെന്നും വി ഡി സതീശൻ. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വമാണ് മുഖ്യമന്ത്രിയും CPIM-ഉം ഏറ്റെടുക്കുന്നതെന്നും വിമർശനം. ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കേന്ദ്രം. കേന്ദ്രമന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ വ്യക്തമാക്കവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുമെന്ന കാര്യം അറിയിച്ചത്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ കോടതിയെ അറിയിച്ചു. പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്നും വേടൻ. ജാമ്യാപേക്ഷയെ എതിർത്ത് വനംവകുപ്പ്. അതേസമയം വേടനെ ഇന്ന് തൃശൂരിലെ ജ്വല്ലറിയിലും തൃശൂരിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വേടന് പുലിപ്പല്ല് സമ്മാനിച്ച ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടിക്കായി അന്വേഷണം ഊർജിതം. വേടനും സംഘത്തിനും കഞ്ചാവ് നൽകിയ ചാലക്കുടി സ്വദേശി ആഷിഖിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. വിവാദങ്ങൾക്കിടയിൽ റാപ്പർ വേടന്റെ പുതിയ പാട്ട് പുറത്തിറങ്ങി. മോണ ലോവ എന്നാണ് ഗാനത്തിന്റെ പേര്. തന്റെ ആദ്യത്തെ പ്രേമഗാനമെന്നാണ് വേടൻ മോണ ലോവയെ വിശേഷിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ സമിതികളുടെ നിർണായക യോഗങ്ങൾ പൂർത്തിയായി. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതിയുടെയും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെയും യോഗങ്ങളാണ് പൂർത്തിയായത്. അതേസമയം ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡും പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയാണ് പുതിയ ബോർഡ് ചെയർമാൻ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. ഭീകരരെ ജീവനോടെ പിടികൂടണമെന്ന് സൈന്യത്തിനും പോലീസിനും നിർദ്ദേശം നൽകി. ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് ചൈനീസ് വാർത്താവിനിമയ ഉപകരണങ്ങളെന്ന നിഗമനം. കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നു. ഇന്ത്യ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. റഷ്യൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. പ്രധാനമന്ത്രിക്ക് പകരം വിക്ടറി ദിന പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗോവിന്ദച്ചാമി, കൂടത്തായി ജോളി, ഇലന്തൂർ നരബലി കേസ് തുടങ്ങിയ വിവാദ കേസുകളിൽ പ്രതികൾക്കായി ഹാജരായി. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. പ്രതികൾ 1 ലക്ഷം രൂപ പിഴയൊടുക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണം. 11 പ്രതികൾക്കുമെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കോട്ടയം ഉഴുവൂരിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി പ്രധാനമന്ത്രിക്കെതിരായ പരിഹാസ പോസ്റ്റർ. രൂക്ഷ വിമർശനവുമായി സഖ്യകക്ഷികളും രംഗത്തെത്തി. മോദി എവിടെയും പോയിട്ടില്ലെന്ന് ഫറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു. അമേഠിയിൽ രാഹുലിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെ സാക്ഷിയാക്കും. നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. പ്രതി തസ്ലീമയും ശ്രീനാഥ് ബാസിയുമായുള്ള ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ നടന്മാരെ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഇല്ലെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിൽ സംവിധായകൻ സമീർ താഹിറിനെ എക്സൈസ് നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും നടപടിയുമായി മുന്നോട്ടു പോകാനാണ് എക്സൈസിന്റെയും തീരുമാനം. കണ്ണൂർ പയ്യന്നൂരിൽ MDMA-യുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. തുരുത്തി സ്വദേശി പ്രജിത, പെരുമ്പ സ്വദേശി ഷഹബാസ്, എടാട്ട് സ്വദേശി ഷിജിനാസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ സൂക്ഷിച്ച നിലയിൽ 10 ഗ്രാമിലേറെ കഞ്ചാവ് കണ്ടെത്തി. പയ്യന്നൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.
തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മാള സ്വദേശി ജസ്റ്റിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവും പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം ചൊവ്വരയിൽ ഹെറോയിനുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ആസാം നൌഖോൺ സ്വദേശികളായ ഷെറിഫുൽ ഇസ്ലാം, ഷെയ്ഖ് ഫരീദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 21 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു. 2 സോപ്പ് പെട്ടികളിലാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഹെറോയിൻ കണ്ടെത്തിയത്. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം 4 വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി പുറത്താക്കി കോളേജ്. പുറത്താക്കിയത് ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെ. കൊല്ലത്ത് പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശികളായ സൻസ, മകൾ നജ്മ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസുകാരെ മർദ്ദിച്ചത്. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിച്ചതോടെയാണ് എ ജയതിലക് ചുമതലയേറ്റത്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് ചീഫ് സെക്രട്ടറിയുടെ ചുമതലയെന്ന് എ ജയതിലക്. മുൻ ക്യാബിനറ്റ് തീരുമാനങ്ങളും വരാൻ പോകുന്ന ക്യാബിനറ്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുമെന്നും എ ജയതിലക്. ജയതിലക് ചീഫ് സെക്രട്ടറിയായി തുടരുക 2026 ജൂൺ വരെ. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷ് IPSനെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി നിയമിക്കും. മനോജ് എബ്രഹാം ഫയർഫോഴ്സ് മേധാവിയായതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് നിയമനം. തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. ഒരാഴ്ചക്കാലം ഇനി തൃശൂർ പൂരനഗരിയിൽ അലിയും. മെയ് 6-നാണ് പൂരങ്ങളുടെ പൂരം. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് നഗരത്തെ നിയന്ത്രിക്കാൻ പോലീസിനൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. ട്രാഫിക് നിയന്ത്രണ പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ DEO രോഹിത് നന്ദകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 1-നും 2-നും മഹാരാഷ്ട്രയും കേരളവും ആന്ധ്രാപ്രദേശും സന്ദർശിക്കും. മെയ് 1-ന് മുംബൈയിൽ ലോക ശ്രവ്യദൃശ്യ വിനോദ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെയ് 2-ന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി രാവിലെ 10:30-ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കും. തുടർന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ICSE 10ാം ക്ലാസ് ഫലവും ISC 12ാം ക്ലാസ് ഫലവും പ്രഖ്യാപിച്ച് CICE. ICSEയിൽ ദക്ഷിണ മേഖലയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 99.76% വിജയശതമാനം. ISCയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് പടിഞ്ഞാറൻ മേഖലയാണ്. 99.83% വിജയം. ATM ഇടപാടിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ റിസർവ് ബാങ്ക്. പണം പിൻവലിക്കുന്നതിന് ബാങ്കുകൾ ഉയർന്ന ഫീസ് ഈടാക്കും. പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെ ഓരോ ട്രാൻസാക്ഷനും 23 രൂപ വീതം ഈടാക്കും. നിലവിൽ ഈ തുക 21 രൂപയായിരുന്നു. നാളെ മുതൽ അക്കൗണ്ടുള്ള ബാങ്കുകളുടെ ATMിൽ നിന്നും 5 തവണയും മറ്റ് ബാങ്കുകളുടെ ATMിൽ നിന്നും 3 തവണയും സൗജന്യമായി പണം പിൻവലിക്കാം. മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ ഇത് 5 തവണ പിൻവലിക്കാൻ അവസരമുണ്ട്. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന്. കവി V മധുസൂദനൻ നായർ അധ്യക്ഷനായ ജൂറിയാണ് ലീലാകൃഷ്ണന്റെ പേര് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലും പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന് ജാമ്യം. ജാമ്യം ലഭിച്ചത് അറസ്റ്റിലായി 5 മാസത്തിനു ശേഷം. ചിന്മയ് അറസ്റ്റിലായത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചത്. കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ഇന്നലെ രാത്രിയാണ് കൊൽക്കത്ത ബുരാ ബസാറിലെ ഋതുരാജ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
വൈറ്റിലെ ഖൈറാൻ പ്രദേശത്ത് ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഖൈറാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണമാക്കിയിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിൽ TV പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൽപ്പറ്റ സ്വദേശി സജിനാണ് പരിക്കേറ്റത്. ഷോർട്ട് സർക്യൂട്ടാണ് TV പൊട്ടിത്തെറിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. കൈക്ക് പരിക്കേറ്റ സച്ചിനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മേത്തലയിൽ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹികോപകരണങ്ങൾ കത്തിനശിച്ചു. മേത്തല ശ്രീനഗറിലെ 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്കാണ് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത്. വൻ നാശനഷ്ടം ഉണ്ടായതായി വീട്ടുടമകൾ പറഞ്ഞു. പേരക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തുള്ള വൈരാഗ്യത്തിൽ മുത്തച്ഛനെ ഫ്ലക്സ് കട്ടർ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. തൃത്തല്ലൂർ സ്വദേശി സലീഷിനെയാണ് റിമാൻഡ് ചെയ്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ ബാബു ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട് പന്നിയങ്കരയിൽ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പന്നിയങ്കര നായ്പാലം സ്വദേശി കാഞ്ഞിരവയൽ അർജാസിനെതിരെയാണ് കേസെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലഹരിവേട്ടയ്ക്കിടെയാണ് പ്രതി പന്നിയങ്കര ASI ബാബുവിനെ ആക്രമിച്ചത്. ആലപ്പുഴ കായംകുളത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് ആക്രമണമുണ്ടായത്. പെട്രോൾ അടിച്ചതിനു ശേഷം പണമില്ലെന്ന് സംഘം അറിയിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. ലഹരി ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് സംശയം. ഇടുക്കിയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. വെൺമണി കൊച്ചുമുട്ടം സണ്ണീസ് കറിയെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ മോതിരക്കണ്ണിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾക്ക് 11 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കേസിൽ പ്രതിയായ മണ്ണുപുറം സ്വദേശി ശിവനാണ് ശിക്ഷ വിധിച്ചത്. ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് വിധി. തൃശൂർ വെള്ളരപ്പിള്ളിയിൽ 13 വയസ്സുള്ള 4 ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് 29 വർഷം കഠിന തടവും 2,85,000 രൂപ പിഴയും ശിക്ഷ. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മംഗളൂരുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് 20 പേരെ അറസ്റ്റ് ചെയ്തു. അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ട ആക്രമണം. കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ അറസ്റ്റിൽ. രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയാണ് അറസ്റ്റിലായത്. രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മിനിയെ രാധാകൃഷ്ണൻ ഉപദ്രവിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്ന് കണ്ടെത്തൽ. മലപ്പുറം പാണ്ടിക്കാട് കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പാണ്ടിക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. ഒറവംപുറം സ്വദേശി നിസാമാണ് പിടിയിലായത്. ലഹരിക്കേസടക്കം നിരവധി കേസിൽ പ്രതിയാണ് നിസാം. തൃശൂർ കൊടകരയിൽ സൈബർ തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് സക്രിയയാണ് പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കൊടകര സ്വദേശിനിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്താണ് കേസ്. കേസിൽ നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ അഴീക്കോട് തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള അഭിനോ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി സ്വദേശി സലീഷാണ് അറസ്റ്റിലായത്. എടശ്ശേരി സ്വദേശി ബാബുവിനെയാണ് ഫ്ലെക്സ് കട്ടർ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്.
മകളുടെ മകനെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കുറ്റകൃത്യത്തിന് കാരണം. തൃശൂർ പുതുക്കാട് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ റിമാൻഡിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി ജിതിൻ ലാൽ, എടത്തിരിഞ്ഞ് സ്വദേശി നസ്മൽ, കല്ലൂർ ആദൂർ സ്വദേശി മിഥുൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ആമ്പല്ലൂർ പച്ചളിപ്പുറം സ്വദേശി വിശാഖിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റിമാൻഡ്. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞ് 8 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. വിശാഖപട്ടണത്തിന് സമീപം സിംഹാചലം ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് അപകടം. ദർശനത്തിനായി ക്യൂ നിന്ന് ഭക്തർക്ക് മുകളിലേക്ക് 20 അടിയോളം നീളമുള്ള മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. നടപടിയുടെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നൽകാൻ ആരംഭിച്ചു. RTO ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നമ്പർ നൽകുന്നത്. അനധികൃത വാഹനങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ സ്കൂളിനെതിരെ നടപടിയെടുക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. തിരുവനന്തപുരം മാറനല്ലൂർ പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. വാഹനത്തിൽ പാമ്പിനെ കണ്ടു ഭയന്ന് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റ കൃഷ്ണനഗർ സ്വദേശി വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകവെയാണ് വള്ളം മറിഞ്ഞത്. വള്ളത്തിൽ നിന്നും തൊഴിലാളികൾ കടലിലേക്ക് തെറിച്ചു വീണു. ഇന്ന് രാവിലെയും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞിരുന്നു. അതേസമയം ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ ഇനിയും വൈകുമെന്നാണ് വിവരം. ആലപ്പുഴ കരുവാറ്റയിൽ വാഹനാപകടത്തിൽ 1 മരണം. അമ്പലപ്പുഴ സ്വദേശി അസ്ലമാണ് മരിച്ചത്. KCB പവർ ഹൗസിന് സമീപമാണ് അപകടം. KSRTC ബസ് നിയന്ത്രണം വിട്ട് ടെമ്പോ വാനിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ അനധികൃത സ്പായ്ക്കെതിരെ നടപടി സ്വീകരിച്ച് പഞ്ചായത്ത്. തൊഴിൽ പീഡനം നടക്കുന്നുവെന്ന യുവതിയുടെ ആരോപണത്തിലായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ മതിയായ രേഖകൾ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചിട്ടത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്തിലെ 11-ാം വാർഡിലെ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തളിർ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. തിരുവനന്തപുരം കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദവും ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനവും നടന്നു. നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ഡോക്ടർ വിൽസൺ സാമുവൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തക പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പന്തശ്രീകുമാർ നിർവഹിച്ചു. അവധിക്കാലത്ത് അധ്യാപികയ്ക്ക് കത്തെഴുതി മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാൽ AM LP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 20ഓളം കത്തുകളാണ് അധ്യാപികയായ സുമയ്യയുടെ വീട്ടിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച അധ്യാപിക.